ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ 4th സെം കേരള യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ PDF അല്ലെങ്കിൽ ഇമേജ് ഞാൻ നമ്മുടെ കോളേജ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കിയാൽ മതി. അപ്പോൾ കുറേ ഫ്രണ്ട്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു, സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കാരണം കുറേ കുട്ടികൾക്ക് ബുക്കില്ല, ടെക്സ്റ്റ് ബുക്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ഓഫ് ലാംഗ്വേജ്, അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ 6 ഫീച്ചേഴ്സ് നോട്ട് സീൻ ഇൻ ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ഡിസ്പ്ലേസ്മെന്റ്, ആർബിട്രറിനെസ്, ഡുവാലിറ്റി, ഡബിൾ ആർട്ടിക്കുലേഷൻ, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ്നെസ്, കൾച്ചറൽ ട്രാൻസ്മിഷൻ, അതുപോലെ ഡിസ്ക്രീറ്റ്നെസ്, അങ്ങനെ 6 ഫീച്ചേഴ്സ് ആണ്. പിന്നെ രണ്ടാമത് ഫ്ലക്സ് ഇൻ ലാംഗ്വേജ്, നാലാമത് ഹ്യൂമൻ ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അഞ്ചാമത് ലാംഗ്വേജ് ഫാമിലി, ദെൻ ഇൻഡോ യൂറോപ്യൻ ഫാമിലി, ഏഴാമത് ഈസ്റ്റേൺ അല്ലെങ്കിൽ സാറ്റം ഗ്രൂപ്പ്, അതിൽ വരുന്നതാണ് ഇൻഡോ ഇറാനിയൻ, അൽബേനിയൻ, അർമേനിയൻ, ബാൾട്ടോ സ്ലവോണിക്. എട്ടാമതായിട്ട് വെസ്റ്റേൺ അല്ലെങ്കിൽ സെൻഡം ഗ്രൂപ്പ്, അതിൽ വരുന്നതാണ് ഹെലനിക് അല്ലെങ്കിൽ ഗ്രീക്ക്, അതുപോലെ ഇറ്റാലിക്, കെൽട്ടിക്, അതുപോലെ പ്രിമിറ്റീവ് ജർമാനിക് ഓർ ട്യൂട്ടോണിക്. പിന്നെ ലാസ്റ്റ് 9ാമതായിട്ട് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജർമാനിക് ഓർ ട്യൂട്ടോണിക് ലാംഗ്വേജ് ആണ്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് ഗ്രിംസ് ലോ, വെർണേഴ്സ് ലോ, അബ്ലൗണ്ട് ദ ട്യൂട്ടോണിക് അസെന്റ്, ദ വെർബൽ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഇൻഫ്ലക്ഷണൽ സിസ്റ്റം. ഇത്രയും ആവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് പീരീഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൽ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഡയലക്റ്റ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്, കെൽട്ടിക് ഇൻഫ്ലുവൻസ്, ലാറ്റിൻ ഇൻഫ്ലുവൻസ്, സ്കാൻഡിനേവിയൻ ഓർ ഡാനിഷ് ഓർ വൈക്കിംഗ് ഓർ നോർസ് ഇൻഫ്ലുവൻസ്, ദെൻ നോർമൻ കോൺക്വസ്റ്റ്. Then we have to learn Middle English period. There we will learn dialect diversity, the East Midland dialect, decay of inflections, loss of grammatical gender, French loanwords in Middle English or French influence on English vocabulary. Then we will learn Standard English. Then contribution of major writers were Geoffrey Chaucer, Edmund Spenser, William Shakespeare and John Milton. Then early modern English എന്ന് പറയുന്ന 3rd ചാപ്റ്റർ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എളുപ്പമാണ്, ബട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഏർലി മോഡേൺ ഇംഗ്ലീഷ്, ഇൻട്രൊഡക്ഷൻ, ദെൻ ചേഞ്ചസ് ഇൻ പ്രൊനൗൺസിയേഷൻ, ഗ്രേറ്റ് വൊവൽ ഷിഫ്റ്റ്, സ്പെല്ലിംഗ് റിഫോം മൂവ്മെന്റ്സ്, ഡിക്ഷണറീസ്, ഡോക്ടർ ജോൺസൺസ് ഡിക്ഷണറി, ദി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി, ലെക്സിക്കോഗ്രാഫി ഇൻ അമേരിക്ക, സ്ലാങ്, ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കുന്നത്. 4th എന്ന് പറയുന്നത് മോസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ രണ്ട് എസ്സേസ് വരുന്നുണ്ട്. ആ 2 എസ്സേസ് നിങ്ങൾ ആദ്യം പഠിക്കുക. ആ എസ്സേസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എളുപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് 4th ചാപ്റ്റർ വേർഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി, ഓൾസോ വേർഡ് മേക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെ 3 യൂണിറ്റുകളാണ് 4th ചാപ്റ്ററിൽ വരുന്നത്. വേർഡ് ഫോർമേഷൻ, ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി, വേർഡ് മേക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇതിൽ വേർഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി ഇത് എസ്സേ ആയിട്ട് വരാം, അതുപോലെ വേർഡ് മേക്കിംഗ് ഇൻ ഇംഗ്ലീഷും എസ്സേ ആയിട്ട് വരാം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ, ഇമിറ്റേഷൻ ഓർ ഓണമെറ്റപ്പോയ, കൺവേർഷൻ, അബ്രിവേഷൻ ഓർ ഷോർട്ടനിങ് ഓർ ക്ലിപ്ഡ് ഫോംസ്, സിൻകോപ്പേഷൻ, പോർട്ട്മാന്റോ വേർഡ്സ് ഓർ ബ്ലെൻഡ്സ്, മെറ്റാ അനാലിസിസ് ഓർ റീഅനാലിസിസ്, ടെലിസ്കോപ്പിംഗ്, കോമ്പൗണ്ടിങ് ഓർ കമ്പോസിഷൻ, അക്രോണിംസ് ഓർ വേർഡ്സ് ഫ്രം ഇനിഷ്യൽസ്, അഫിക്സേഷൻ, വേർഡ്സ് ഫ്രം പ്രോപ്പർ നൗൺ, ബാക്ക് ഫോർമേഷൻ, കറപ്ഷൻ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഫ്രിക് ഫോർമേഷൻ, റീഡ്യൂപ്ലിക്കേഷൻ. ആൻഡ് ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് എസ്സേയിൽ നിങ്ങൾക്ക് എഴുതേണ്ടത്. പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ദി മേക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. ഓൾറെഡി ഞാൻ 4 പേരുടെ പേര് പറഞ്ഞു. ജോഫ്രി ചോസർ, എഡ്മണ്ട് സ്പെൻസർ, വില്യം ഷേക്സ്പിയർ ആൻഡ് ജോൺ മിൽട്ടൺ. അതിൻ്റെയോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 4th ചാപ്റ്ററിലെ ദി മേക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. ലാസ്റ്റ് എസ്സേ വരുന്നതാണ് സെമാൻറ്റിക്സ്. അതിൽ 12 പ്രോപ്പർട്ടീസ് ആണ് പഠിക്കേണ്ടത്. 1 ജനറലൈസേഷൻ ഓർ വൈഡനിങ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് മീനിങ്, സ്പെഷ്യലൈസേഷൻ ഓർ നാരോയിങ് ഓഫ് മീനിങ്, കാറ്റാക്രസിസ് ഓർ പെജുറേഷൻ ഓർ ഡിറ്റ്യൂറേഷൻ ഓർ ഡീജനറേഷൻ ഓഫ് മീനിങ്, അമിലിയോറേഷൻ ഓർ ഇംപ്രൂവിങ് ഓഫ് സെൻസ് ഓർ റീജനറേഷൻ, റേഡിയേഷൻ ഓർ പോളിസെമി, കോൺകാറ്റിനേഷൻ, euphemism, synesthesia, metonymy, synecdoche, jargon, dialectal diversity. നെക്സ്റ്റ് ടോപ്പിക് വേൾഡ് ഇംഗ്ലീഷ് ആണ്. അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് കോളനീസ്, അതിൽ അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് അതർ സോഴ്സസ്, ക്യൂബൻ ആൻഡ് വെസ്റ്റ് ഇന്ത്യൻ, ആഫ്രിക്കൻ ആൻഡ് ഓസ്ട്രേലിയൻ. ഇത്രയും ആവുമ്പോൾ
ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന 4th സെമസ്റ്റർ കേരള യൂണിവേഴ്സിറ്റിയുടെ ടോപ്പിക്ക് കഴിയും. അപ്പോൾ ഇത്രയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കോളേജ് ക്യൂരിയോസിറ്റി വഴി നമ്മൾ ഫ്രീ ആയിട്ട് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി 10 ടോപ്പിക്സ് കഴിഞ്ഞു. ബാക്കി നമ്മൾ കണ്ടിന്യൂ